ചരിത്രത്തിൻ്റെ താളുകൾ മറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ സദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു വസ്തുവാണ് എന്താണ്? സാമ്പാർ എന്ന് പറയുന്നത്. ഈ സാമ്പാർ കഴിക്കാൻ അവകാശം നമുക്കുണ്ടായിരുന്നില്ല. ഈ സാമ്പാർ കൂട്ടി ചോറ് തിന്നുവാനുള്ള അവകാശം നമുക്ക് നേടിത്തന്നത് എസ് ശ്രീനാരായണ ഗുരുദേവനും SNDP യോഗം എന്ന മഹാപ്രസ്ഥാനവും കൂടിയാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരിക്കുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ ആരായിരുന്നു എന്നും SNDP യോഗം എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭഗവാനും SNDP യോഗവും കൂടി ഉഴുതുമറിച്ചിട്ട് ഈ മണ്ണിലാണ് ഈ കാണുന്ന സകല രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് നടു നിവർത്തി നിൽക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതിന് നമ്മൾ നമ്മുടെ ചരിത്രങ്ങൾ തേടിപ്പിടിച്ച് കണ്ടെത്തണം. ഒരിക്കൽ നമ്മുടെ ശിവഗിരിയിലെ മാർബിൾ ഭഗവാന്റെ ആ വിഗ്രഹ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഒരു സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്നത് സഖാവ് EMS നമ്പൂതിരിപ്പാടാണ്. അന്നത്തെ രാഷ്ട്രപതിയാണ് ഉദ്ഘാടകൻ. EMS നമ്പൂതിരിപ്പാട് എഴുന്നേറ്റ് നിന്നിട്ട് അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഈ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അദ്ദേഹം ഒരിക്കലും ശ്രീനാരായണ ഗുരുദേവനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരാളാണ്. അത് ഒരിക്കൽ പറയുകയുണ്ടായി, ശ്രീനാരായണന് ലോക ജനതയെ തന്നിലേക്ക് ആകർഷിക്കുവാൻ പറ്റുന്ന എന്തോ ഒരു ഇതുണ്ട്. എന്താണെന്ന് പറയുന്നില്ല. ആ ഇതിനെ നമ്മൾ പറയും ഈശ്വരീയത എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം നേരെ വേദിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ ആ സദസ്സുകൾക്കിടയിൽ ഇരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ദയവ് ചെയ്ത് അങ്ങ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ വേദിയിൽ വന്നിരിക്കണം. അങ്ങ് അവിടെ ഇരുന്നാൽ എനിക്ക് വാക്കുകൾ കിട്ടില്ല. കാരണം എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങ് സഹോദരൻ മാസികയിൽ എഴുതിയ ലേഖനങ്ങളിലൂടെയാണ് ഞാൻ എംഗൽസിനെ കുറിച്ചും കാറൽ മാക്സിനെ കുറിച്ചും റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് ബഹുമാന്യനായ അങ്ങ് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഈ വേദിയിൽ വന്നിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന 10,000-കണക്കിന് വരുന്ന ആളുകൾ കരഘോഷത്തോടുകൂടി വന്ധ്യവയോധികനായ ഒരു മനുഷ്യനെ സ്റ്റേജിലേക്ക് ആനയിച്ചെടുത്തു കൊണ്ടുവരികയുണ്ടായത് മറ്റാരുമായിരുന്നില്ല, ഭഗവാന്റെ വിപ്ലവക്കതിരായ സഹോദരൻ അയ്യപ്പനായിരുന്നു. ഇന്ന് ഓരോരുത്തരും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം, ഈ സഹോദരൻ അയ്യപ്പനേലും കുമാരനാശാനേക്കാളും വലിയൊരു വിപ്ലവകാരി ഭാരതത്തിലുണ്ടായിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവനേക്കാൾ വലിയ ഹിന്ദു മത ഉദ്ധാരകൻ ഭാരതത്തിലുണ്ടായിട്ടില്ല. TK മാധവനെയും R ശങ്കരനേക്കാളും വലിയ കോൺഗ്രസ്സുകാരനും ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവരൊക്കെ ജനിച്ചത് നമ്മുടെ സമുദായത്തിലായതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ മഹാരഥന്മാരായ ആളുകളുടെ ജന്മദിനവും ചരമദിനവും എത്ര പേർ ആചരിക്കുന്നുണ്ട്? ഏത് പാർട്ടികൾ അവരുടെ ജന്മദിനം ആഘോഷമാക്കുകയും ചരമദിനം ആചരണപൂർവ്വമാക്കി മാറ്റുകയും ചെയ്യാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയമൊക്കെ നമുക്ക് വേണം. പക്ഷേ ഈ പ്രസ്ഥാനം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ഈ നിലവാരത്തിലേക്ക് ഉയരുവാൻ സാധിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. ഒരു ഉദാഹരണമാണ് വാടപ്പുറം ബാബ. ആലപ്പുഴയിലുള്ള വാടപ്പുറം ബാബയാണ് കേരളത്തിൽ ആദ്യമായി ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. എത്ര പേർക്കറിയാം? 1922 അദ്ദേഹം ആദ്യമായി തിരുവിതാംകൂർ ലേബർ അസോസിയേഷന് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനാണ്. 1939 പിണറായിൽ ഇടതുപക്ഷമുണ്ടായത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. അതിനു മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് 1922 കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിന് സമീപം വെച്ച് ഭഗവാൻ അവിടെ വിശ്രമിക്കുമ്പോൾ TK ബാബ എന്ന് പറയുന്ന ആലപ്പുഴക്കാരൻ, കൃഷ്ണൻ്റെയും ലീലയുടെയും മകനായ TK ബാബ അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ വേലായുധൻ വൈദ്യരോട് പറഞ്ഞു, ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്, തൊഴിലാളികൾ ഇവിടെ വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുകയാണ്, ഞാൻ എന്തു ചെയ്യണം? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ അടുത്ത് വിശ്രമിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ബാബ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ വേലായുധനോട് വിവരിക്കുന്നുണ്ട്. ബാബ ഒരു 18 വയസ്സുള്ളപ്പോൾ വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം ജോലി തേടി അവിടെയുള്ള ഡാറാസ് മെയിൽ എന്ന് പറയുന്ന ആദ്യത്തെ സായിപ്പിൻ്റെ കമ്പനിയിലേക്ക് ജോലിക്ക് ചെന്നു. പക്ഷെ മാന്യമായി വസ്ത്രം ധരിച്ചു വന്ന ബാബയ്ക്ക് അവർ ജോലി കൊടുത്തില്ല. ബാബ എന്ത് ചെയ്തു? അടുത്തുള്ള തൊഴിലാളികളോട് ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കും എനിക്ക് ജോലി കിട്ടാത്തത്? അവർ പറഞ്ഞു, ഇങ്ങനെ മാന്യമായി വസ്ത്രം ധരിച്ച് ചെന്നാൽ നിനക്ക് ജോലി കിട്ടില്ല, നീ പോയിട്ടൊരു മുഷിഞ്ഞ വസ്ത്രധാരിയായിട്ട് വരാൻ പറഞ്ഞു.
അദ്ദേഹം പോയി മുഷിഞ്ഞ വസ്ത്രധാരിയായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. ജോലി എന്താണ്? കയറുമാടുന്ന ജോലിയാണ്. യാതൊരു വൈദഗ്ധ്യവും ഇല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കയറുമാട്ടം എന്ന് പറയുന്ന ജോലിയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹം ആ ജോലി ചെയ്ത് ഒപ്പം തന്നെ നെയ്ത്തും കാര്യങ്ങളൊക്കെ പഠിച്ച് അദ്ദേഹം അവിടുത്തെ സൂപ്പർവൈസറായി. ആ സമയത്ത് അവിടുത്തെ മെയിൻ സൂപ്പർവൈസറായ വണ്ടി സായിപ്പ് എന്ന് പറയുന്നയാൾ ചെറിയൊരു തെറ്റ് ചെയ്ത അവിടുത്തെ തൊഴിലാളിയെ അതിക്രൂരമായി മർദ്ദിച്ചു. വിവരമറിഞ്ഞ ബാബ നെഞ്ചി വിരിച്ചു നിന്നുകൊണ്ട് സായിപ്പിനെ ഖരാവോ ചെയ്തു. ഞങ്ങളിൽ ഒരാളെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ഇദ്ദേഹത്തിനെ ഉപദ്രവിച്ചിട്ട് നിങ്ങൾ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ സായിപ്പ് പറഞ്ഞു, ബാബാ എൻ്റെ കയ്യിൽ പണമുണ്ട്, എൻ്റെ കയ്യിൽ തോക്കുണ്ട്, എനിക്കെതിരെ നിന്നാൽ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോൾ TK ബാബ നെഞ്ചി വിരിച്ചു എന്ന് പറഞ്ഞത്, താങ്കളുടെ കയ്യിൽ പണമുണ്ടായിരിക്കാം, താങ്കളുടെ കയ്യിൽ തോക്കുണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്, എൻ്റെ മേത്തൊരു തുള്ളി മണ്ണ് വാരിയിട്ടാൽ സായിപ്പെ നിങ്ങൾ വിവരമറിയുമെന്ന് പറഞ്ഞപ്പോൾ സായിപ്പ് പേടിച്ചിട്ട് ബെൽഡൻ മിസ്റ്റർ ബാബ എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞ ചരിത്രമുണ്ട്. ചരിത്രത്തിലെ ആദ്യത്തെ ഖരാവ് നടത്തുന്നത് ഭഗവാന്റെ ഒരു വത്സല ശിഷ്യനായ TK ബാബയാണെന്ന് ഏത് ചരിത്ര പുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? നമ്മൾ പഠിച്ച ചരിത്ര പുസ്തകങ്ങളിലൊക്കെ മഹാത്മാഗാന്ധിയെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചും EMS നമ്പൂതിരിപ്പാടെക്കുറിച്ചും AK ഗോപാലിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ മഹാരഥന്മാർ തന്നെ. പക്ഷേ ആ പുസ്തകത്തിലാണ് നമ്മൾ കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് പഠിച്ചത്. ഒരു വലിയ കള്ളനായിരുന്നു, ആളുകളെ സേവിച്ചു എന്ന് മാത്രമേ അദ്ദേഹം ചെയ്തു. അതിലും വലിയ കാര്യം ചെയ്ത നമ്മുടെ ആളുകളെ എന്തുകൊണ്ട് ആളുകൾ മറന്നു പോകുന്നു? ഈ TK ബാബ ശ്രീനാരായണ ഗുരുദേവനെ സമീപിച്ചിട്ട് പറഞ്ഞു, സ്വാമി ഞങ്ങൾ വളരെ കഷ്ടത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ബാബ പേടിക്കണ്ട, ഇനി വരുന്നത് തൊഴിലാളികളുടെ കാലമാണ്, നിങ്ങൾ സംഘടിച്ച് ശക്തരാവുക. എന്നിട്ട് ഭഗവാൻ 1 രൂപയുടെ വെള്ളി നാണയം അദ്ദേഹത്തിന് സംഭാവനയായി നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾ സംഘടിക്കുക. അങ്ങനെയാണ് അദ്ദേഹം പോയി 1922 മാർച്ച് മാസം 22-ാം തീയതിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അവിടെ ആദ്യത്തെ തൊഴിലാളി സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അതിൻ്റെ ഉദ്ഘാടന സമയത്ത് ശ്രീനാരായണ ഗുരുദേവനെ പോലെ പ്രഭയുള്ള ഒരാൾ കടന്നു വന്നു. എല്ലാവരും വിചാരിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണെന്ന്. പക്ഷെ അത് ഭഗവാൻ പറഞ്ഞയച്ച തീർത്ഥസ്വാമികളായിരുന്നു. തീർത്ഥസ്വാമികൾ വന്ന ഭഗവാന്റെ അനുഗ്രഹം ഈ പ്രസ്ഥാനത്തിനുണ്ടാകുമെന്ന് പറഞ്ഞ് ആശീർവദിക്കുകയാണ് ചെയ്തത്. ഈ ബാവയാണ് പിന്നീട് തൊഴിലാളികൾക്ക് വേണ്ടി ഓണം അഡ്വാൻസും ബോണസും ക്ഷേമനിധിയും ഒക്കെ ഉണ്ടാക്കിയത്. തൊഴിലാളികൾക്ക് വേണ്ടി വായനശാലകൾ, അവർക്ക് വേണ്ടിയിട്ട് മറ്റ് ആനുകൂല്യങ്ങൾ, ഈ സാലറി അഡ്വാൻസ്, ഇതൊക്കെ ചോദിച്ച് വാങ്ങിച്ചു കൊടുത്ത ബാബ ഏകദേശം 39-40 കാലഘട്ടം വന്നപ്പോൾ ഇതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വരവ് ബാബയ്ക്ക് ഉപദ്രവമായി മാറി. കാരണം ഈശ്വരവിശ്വാസിയായ തൊഴിലാളി സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ബാബയുടെ പല പ്രവർത്തികളും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ബാബയെ പതിയെ സ്ഥാനത്തു നിന്ന് മാറ്റുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം ബാബ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു അടിത്തറ ഇട്ട് തന്നിട്ടുണ്ട്, ഇതിൽ നിന്ന് കയറിപ്പോകേണ്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അതാണ് ആദ്യത്തെ പ്രസ്ഥാനമെന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാരുടെ ശ്രീനാരായണ ദർശനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് TK ബാവ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.